താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ അമ്മയെ നാട്ടിച്ചു. നമസ്കാരം. ഫ്യൂഡൽ തമ്പ്രാനും കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകനും തമ്മിൽ എന്താ? ഇന്നത്തെ കഥ അതാണ്. കീചകവധം ആട്ടക്കഥ. അപ്പൊ നമുക്ക് തുടങ്ങാം. എനക്ക് മുണ്ടുടുക്കാനും അറിയാം, വേണമെങ്കിൽ മുണ്ടി കുത്തി വെക്കാനും അറിയാം. എനക്ക് മലയാളത്തിൽ സംസാരിക്കാനും അറിയാം, മലയാളത്തിൽ തെറി പറയാനും അറിയാം. നമ്മളെ സുരേഷ് ഗോപി സഭയിൽ ഭരത്ചന്ദ്രൻ IPS കളിച്ചപ്പോൾ അത് കണ്ട നമ്മ അളിയനും ഒരാഗ്രഹം, പിന്നെ ജതിൻ രാമദാസ് ആവാന്ന്. ശിക്കാരി ശംഭുവിനെ പോലെ എങ്ങു നിന്നോ പൊട്ടി വീണ് ഒരു സുപ്രഭാതത്തിൽ പാർട്ടിയുടെ തലപ്പത്ത് കയറേണ്ടി വന്ന ആൾക്ക് ഒരു വെപ്രാളം. ഈ പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയതുപോലെ. അപ്പോൾ എന്നെ പഠിപ്പിക്കരുത്. സംഭവം സ്വന്തമാണെങ്കിലും ചിലരങ്ങനെയാണല്ലോ. പുറത്തു നിൽക്കുന്നവർ അടിച്ചു മാറ്റുമോ എന്ന ഭയവും തൻ്റേത് മാത്രമാണ് ഇത് എന്ന് ഉറപ്പിക്കാനുള്ള ഒരു വ്യഗ്രതയും കൊണ്ട് കാണിച്ചു കൂട്ടുന്ന മുഴുവൻ അബദ്ധമാവുന്നത് പോലെ ഇപ്പോൾ വെളിയിൽ വന്നിരിക്കുകയാണ്. അളിയൻ രായപ്പ ചന്ദ്രു ഓടി നടന്ന് സംസ്ഥാന അധ്യക്ഷൻ കളിക്കട്ടാ. ഇതാണ് പറയുന്നത്, അപ്പിയിടാത്തവൻ അപ്പിയിട്ട അപ്പി കൊണ്ട് ആറാട്ടെന്ന്. അല്ല, അങ്ങനെയല്ല കേട്ടോ. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുട പിടിക്കൂന്ന്. ഈ കുമ്മനടിയുടെയും ഉള്ളി സുരയുടെയും അൽഫോൺസ് കണ്ണത്താനത്തിൻ്റെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ ബ്രഹ്മാണ്ഡ പോഴത്തരം കണ്ടും കേട്ടും ശീലിച്ചവർക്ക് രായപ്പ ചന്ദ്രുവിൻ്റെ പോഴത്തരം അങ്ങട് ബോധിക്കുന്നുണ്ട് എന്ന് കൂട്ടിക്കോളൂ. കോമഡി ഷോ കാണും പോലെ ആസ്വദിക്കാനും കഴിയുന്നു എന്ന് വെച്ചോളൂ. വിഴിഞ്ഞത്തെ പോർട്ട് കമ്മീഷനിങ് ഉദ്ഘാടന വേളയിൽ മരുമോൻ പറഞ്ഞപ്പോഴാ സത്യം എല്ലാവരും അറിയുന്നത്. എന്താണ് BJP സംസ്ഥാന അധ്യക്ഷന് ഇവിടെ ഈ സ്റ്റേജിൽ നേരത്തെ തന്നെ വന്ന് ഇരുന്ന് മുദ്രാവാക്യം വിളിക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ക്യാമറ ഒന്ന് തിരിച്ചു നോക്കൂ, അവിടെ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ട്. എന്താണ് അവിടെ ഇരിക്കാനുള്ള മാനദണ്ഡം? പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്ത് മാനദണ്ഡത്തിലാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ മാത്രം അവിടെ ഇരുത്തിയത്? അല്പത്തരം അല്ലേ ഇത്? ആണോ? രാഷ്ട്രീയ അല്പത്തരമാണ്. രാഷ്ട്രീയ അല്പത്തരായി തന്നെ ഇതിനെ കാണേണ്ടതുണ്ട്. എൻ്റെ കട്ടിപ്പാറ അമ്മച്ചി, ഞാൻ എന്തിനൊക്കെ കാണണം അപ്പി. ഈ പരിപാടിക്ക് മുമ്പ് സ്ഥാനം പിടിച്ച രാജീവ് ചന്ദ്രശേഖരനോട് ഒരാൾ വന്ന് വേദിയിൽ ഇരുന്നതിനെ ചോദ്യം ചെയ്യുന്നു. കണ്ടോക്ക്. സഖാവാണെന്ന് തോന്നുന്നു. അതന്നെ, സഖാവ് തന്നെ. എന്താ പറയുന്നത് നോക്കാം. മിണ്ടല്ല. നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? ഞാൻ പോല, ഇത് എൻ്റെ നേതാവ് വരുന്ന പരിപാടിയല്ലേ? ഞാൻ പോവില്ല. ആര് പറഞ്ഞത്? ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. അതിനെന്താ? നിങ്ങൾക്കെന്താ? ഇത് എൻ്റെ നേതാവ് വരുന്ന വേദിയിൽ എന്തിനാ നിങ്ങൾ വന്നിരിക്കുന്നത്? ഇവിടെ ഇരിക്കാൻ പറ്റൂല. നിങ്ങളോട് ആര്? ഞാൻ പോവില്ല. ഇരിക്കാൻ പാടില്ല. ഇത് എൻ്റെ പ്രധാനമന്ത്രി, എൻ്റെ നേതാവ് വരും, ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കും. അതിന് ഞാൻ പോവില്ല. ഇത് പാർട്ടി പരിപാടിയല്ലല്ലോ. ആര് പറഞ്ഞത്? ഇല്ലല്ലോ, എനിക്ക് പോകാൻ പറ്റൂല. ഇത് എന്റെ നേതാവിന്റെ പരിപാടി. ഇത് ഞാനിവിടെ തന്നെ. ഞാൻ പോകില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ പോകില്ലെന്ന് പറഞ്ഞാൽ പോകില്ല. അത് തന്നെ. അതും ശരിയാവില്ല. ഇവിടെ ഇരിക്കാൻ പറ്റൂല. അത് ഇല്ലല്ല, നിങ്ങൾ ഇവിടെ പോകാൻ പറ്റൂല. ഇതെന്റെ. മരുമോനും ഫ്യൂഡൽ തമ്പ്രാനും തമ്മിൽ കൊമ്പ് കോർക്കുമ്പോൾ പക്ഷേ തലോടി സൗഹൃദം പങ്കിടുന്ന ഈ കാഴ്ച കൂടിയാകുമ്പോൾ പൂർത്തിയായി പൂർത്തിയായി. പരസ്പരം പരിഹാസം ചൊരിയുന്നവരുടെ സ്നേഹപ്രകടനം. ഒറ്റയ്ക്കിരിക്കുകയായിരുന്ന രാജീവ് ചന്ദ്രശേഖരന് കമ്പനി കൊടുത്തത് വിമർശിക്കുന്ന CPM-കാരുടെ MP ജോൺ ബ്രിട്ടാസ്. ഇതൊക്കെയാണെങ്കിലും നമ്മുടെ ചാച്ചിക്കൊരാഗ്രഹം ഒന്ന് കളം നിറയണം. എന്തുണ്ട് വഴിയെന്ന് നോക്കിയിരിക്കുമ്പോഴാണ് വീടിൻ്റെ മുന്നിൽ കുട്ടികൾ ബീഡിപ്പടക്കം പൊട്ടിച്ചത്. ചാച്ചി അതങ്ങ് ബോംബാക്കി കളം നിറച്ചു. അല്ല, അത് വ്യക്തത വരുത്തേണ്ടത് പോലീസ് അധികാരികളല്ലേ? അപ്പൊ അവര് വളരെ കൃത്യതയോട് കൂടിയിട്ട് അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ CCTV ക്യാമറ പരിശോധിക്കാനും അതിന്റെ വെരിഫിക്കേഷനും ഒക്കെ ഇത്ര സമയം വേണമെന്ന് നമ്മൾ കരുതുന്നില്ല. ടൗണിലെ കളക്ടറേറ്റിന്റെ തൊട്ടടുത്തായിട്ട് ഇത്രയും റോഡരികിൽ താമസിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാനുള്ളത് കൊണ്ട് ഇങ്ങനെ ആയിരിക്കാം. എവിടെ? അതും ചീറ്റി. പിന്നെ നിലവിളിയും അലറിക്കരച്ചിലും. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. ഇത് കൂടുതൽ എന്ത് വേണം പ്രാട്ടി? കേരളത്തെ മരുമക്കത്തായം തിരിച്ചു കൊണ്ടുവന്ന മുഖ്യമന്ത്രിക്ക് ഒരു നന്ദി പറയാതിരിക്കാൻ വയ്യാട്ടോ. ഈ മിസ്റ്റർ മരുമകൻ
കയറി അങ്ങ് മെഴുകുകയാണ്. മോളെ SFIOയിൽ നിന്ന് രക്ഷിക്കാൻ ചില പൊടിക്കൈയുമായി ഇറങ്ങുമ്പോൾ മരുമോൻ മെഴുകി തറന്നിറങ്ങുകയാണ്. കുളമാക്കുമോ ഈ മരുമകൻ? ഫ്യൂഡൽ തമ്പ്രാൻ പ്രജകളെ കണി കാണിക്കാൻ നേരത്തെ വന്ന് വേദിയിൽ കയറിയിരുന്നു. സത്യത്തിൽ എന്താണ് തമ്പ്ര സംഭവം? ചില രാജവംശത്തെ മരുമകൻക്ക് അവർക്ക് ഒരു സങ്കടം. അതിന് എന്താണ് സങ്കടം? ഞാൻ നേരത്തെ വന്നു. എന്തിനാണ് നിങ്ങൾ നേരത്തെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? പ്രവർത്തകർ നേരത്തെ വരുന്നുണ്ട്. അപ്പൊ ഞാനൊരു സംസ്ഥാന പ്രസിഡന്റാണ്, അവരുടെ ഒപ്പം വരണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ വന്നു. അവിടെ ഒരു 8:45 മറ്റവരെല്ലാം VIP ലൗഞ്ച് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാം എനിക്ക് വേദിയിൽ പോയി എന്നെ പ്രവർത്തകരെ കാണണം, അവരെ ഒപ്പം സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേദിയിൽ കയറി. അതിനാണല്ലേ. അല്ല, നിങ്ങൾ ഈ പറഞ്ഞ ആൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകന് വല്ലാത്തൊരു സങ്കടം. ആ സങ്കടം എന്താണ് കാരണം? ഞാനൊരു ഡോക്ടറല്ല, സൈക്കോളജിസ്റ്റ് അല്ല. അപ്പോ ആ സങ്കടത്തിന്റെ എന്താണ് മരുന്ന്? അദ്ദേഹം ഒരു ഡോക്ടറെ പോയി കാണട്ടെ. ഇനി നമുക്ക് മരുമോനോടൊന്ന് ചോദിക്കാം. നിങ്ങൾക്ക് വേദിയിലിരിക്കണം. സംസ്ഥാന മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും കയറി സ്റ്റേജിൽ ഇരുത്തണം എന്നുള്ള അഭിപ്രായം നമുക്ക് ആർക്കും ഇല്ല. അല്ല, ഈ ഫ്യൂഡൽ തമ്പ്ര നിങ്ങൾ എന്തിനാ വേദിയിലിരുന്ന് മുദ്രാവാക്യം വിളിച്ചത്? എന്നിട്ട് അവിടെ ഇത് ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രധാനമായ ഒരു പ്രോജക്റ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രവർത്തകർ ഭാരത് മാതാ കി ജയ് എന്ന് പറയുമ്പോൾ ഞാനും ഭാരത് മാതാ കി ജയ് പറയുന്നു. അതുകൊണ്ടാണല്ലേ. അത് അയാൾക്കതങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. സ്ത്രീധനമായി കിട്ടിയ കേരള രാജ്യത്ത് നിങ്ങളെങ്ങനെ അധികാരം സ്ഥാപിക്കും? ആർക്കാണെങ്കിലും കുരു പൊട്ടൂലേ. പക്ഷേ ഈ കുരു ചീഞ്ഞ് പൊട്ടി മൊത്തം അങ്ങോട്ട് നാറി. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കണ, മർക്കടാ നീ അങ്ങ് മാറി കിടശടാ, ദുർഘടാ സ്ഥാനത്തു വന്നു ശയിക്കുവാൻ, നിനക്കേടാ തോന്നുവാൻ എന്താണ് സംഗതി? കീചകവധം ആട്ടക്കഥ 1-ാം ഖണ്ഡം ഇവിടെ അവസാനിച്ചു. ബ്ലിങ്ക് തുടരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.